ഗൈസ് നമ്മളിതപ്പോൾ ആ കാണുന്ന മലയാണ് കേട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുമ്പുള്ള ഒരു സീനറിയാണ്. നോക്കി ഇവിടുന്ന് അവിടെ കാഴ്ച നോക്കി. നമ്മളിതാ കാണുന്ന മലയാണ് കേട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. ആ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ ഒരു വലിയൊരു കുളമുണ്ട് കണ്ടോ. ഒരു വലിയൊരു കുളമുണ്ട്, ഫുള്ള് വെള്ളമാണ് അതിൽ. ആ ഭാഗത്തൂടെയാണ് കേട്ടോ ആൾക്കാർ കയറി പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 50% മുകളിൽ കയറിയിട്ടുണ്ട്. നോക്കി ഇവിടെ നിന്നുള്ള ക്യൂ നോക്കിയേ ഗൈസ്. നമ്മളിപ്പോൾ കാണുന്നത് IIT-യുടെ ബിൽഡിങ്സ് ആണ് കേട്ടോ നമ്മളിവിടെ നിന്ന് കാണുന്നത്. അവരുടെ സോളാർ പ്ലാന്റുകളും ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. എല്ലാം IIT-യുടെ സ്ഥലങ്ങളാണ്. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കഞ്ചിക്കോട് അയ്യപ്പമല എന്നൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പൊതുജനങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ധനുപ്പത്തിനാണ് കേട്ടോ ഓപ്പൺ ആവുക. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് യാത്ര. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മുടെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ താഴെ. അപ്പോൾ നമ്മൾ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടെയുള്ള ഒരു ആര്യവിദേശശാലയുടെ അടുത്തുകൂടെയുള്ള ഒരു റൂട്ടിലൂടെ വേണം നമുക്ക് നടന്നു പോകാൻ കേട്ടോ. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ എങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യല്ലേ ഗൈസ്? നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത് ആ കാണുന്ന മലയില്ലേ, ആ മലയുടെ മുകളിലേക്കാണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് നമുക്ക് ആൾക്കാർ കയറി പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു നല്ല കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഗൈസ് നമ്മളിതപ്പോൾ ആ കാണുന്ന മലയാണ് കേട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുമ്പുള്ള ഒരു സീനറിയാണ്. നോക്കി ഇവിടുന്ന് അവിടെ കാഴ്ച നോക്കി. ഫുള്ള് നെൽപ്പാടങ്ങൾ, അതിൻ്റെ ബാക്കിലായിട്ട് വെസ്റ്റേൺ ഘട്ടിൻ്റെ ബ്യൂട്ടി നോക്ക്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കല്ല, ഞാനും രാജേഷും അനിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് കേട്ടോ ട്രക്കിങ്ങിന് വന്നിരിക്കുന്നത്. ട്രക്കിങ്ങിന് പറയാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലമാണ്. ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ തുറക്കുന്നുള്ളൂ, ധനുപ്പത്തിന് മാത്രം. അത് കഴിഞ്ഞ വർഷവും വന്നത് ഡിസംബർ 25-നായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഡിസംബർ 25-ന് തന്നെയാണ്. ശരിക്കും മഴ സമയത്ത് വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ ബ്യൂട്ടി നമുക്ക് ശരിക്കും ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടോ. നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ മനോഹരിതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് മലകളൊക്കെ. അല്ല ഒരു പച്ചപ്പിൻ്റെ സമയത്താണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഗൈസ് ഇതൊക്കെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് മേഖലയാണ് കേട്ടോ. ഇവിടേക്കൊന്നും നോർമലി നമുക്ക് ശരിക്കും പ്രവേശനമില്ല. നമ്മൾ പണ്ട് ഒരു കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് ഇതാ ഈ കാണുന്ന മലയില്ലേ, മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കയറിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ പോലീസ് കേസാവും. ഇപ്പോൾ നമ്മളിതാ ആ മലയുടെ ഭാഗത്തൂടെ നമുക്ക് അവിടെ കഞ്ചിക്കോട് സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഭാഗത്തൂടെ വന്നാലും നമുക്ക് ആ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ. ഗൈസ് ഇത് കണ്ടല്ലേ, ഇവിടെ പാതി സ്ഥലങ്ങളും IIT വാങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ഈ പാടങ്ങളൊക്കെ IIT വാങ്ങിയെടുക്കും. ഓൾമോസ്റ്റ് ഇവിടെ സ്ഥലങ്ങളൊക്കെ IIT വാങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഫെൻസിങ്ങാണ്. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന ആളുകളൊക്കെ അങ്ങോട്ട് പോവാണ് കേട്ടോ. കുറേ പേരൊക്കെ തിരിച്ച് മല കയറി ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. ആ മലയാണ് കേട്ടോ നമുക്ക് കയറേണ്ട. ആ മലയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. ഇവിടെയൊക്കെ പിള്ളേരുണ്ടല്ലോ, എല്ലാവരും അത് കയറാനായിട്ട് കുറേ പേരൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഹൈവേ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ നിന്ന് അതുവരെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ പഴനിയിലൊക്കെ പോകുമ്പോൾ താഴ്ന്ന മുതൽ മേലെ വരെ ലൈറ്റ് കാണത്തില്ലേ, അതുപോലെ ആയിരുന്നു. ഇത് വഴിയൊന്നുമല്ല, ഇതിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ട് വഴിവിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഈ ഭാഗത്ത് എല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഫുൾ അങ്ങോട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതൊക്കെ ഫെൻസിങ്ങാണ്.
നോക്ക്, ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. നമ്മളിതാ കാണുന്ന മലയാണ് കേട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. ആ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ ഒരു വലിയൊരു കുളമുണ്ട് കണ്ടോ. ഒരു വലിയൊരു കുളമുണ്ട്, ഫുള്ള് വെള്ളമാണ് അതിൽ. ആ ഭാഗത്തൂടെയാണ് കേട്ടോ ആൾക്കാർ കയറി പോകുന്നത്. എന്താ ഇവിടെ നിന്ന് കാണുന്നില്ല, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല, ഫുള്ള് ആളുകൾ കയറുന്നതാണ് ആ മലയ്ക്ക്. ഇനി ക്യൂ ആണോന്നും അറിയത്തില്ല കേട്ടോ, എനിക്ക് ക്യൂ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്, അറിയത്തില്ല. ഇവിടെ നോക്കി വെസ്റ്റേൺ ഗാർഡിൻ്റെ ബ്യൂട്ടി നോക്കി. നമ്മൾ പാടത്തിൽ കൂടെ ആയിരുന്നു കേട്ടോ വന്നത്. ഇതിപ്പോൾ വേറെ ഏതോ ഭാഗത്തു കൂടെ വണ്ടികൾ വരാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് തോന്നുന്നു. നമുക്ക് ഫുണ്ട് വണ്ടികളാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. വേറെ ഏതോ വണ്ടി വരാൻ പറ്റുന്ന സ്ഥലമുണ്ട് തോന്നുന്നു. ഗൈസ്, ഈ പോകുന്ന പലരും ഹിന്ദിക്കാരന്മാരാണ് കേട്ടോ. ഇവിടെ നോട്ടീസ് അടിച്ചിരിക്കുന്നത് തന്നെ, ഈ അമ്പലത്തിൻ്റെ നോട്ടീസ് അടിച്ചിരിക്കുന്നത് തന്നെ മലയാളം, തമിഴ്, ഹിന്ദിയിലാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്യൂ ഇല്ലേ, ഇത് അന്നദാനത്തിലേക്കുള്ള ക്യൂ ആണ് കേട്ടോ. ഇത് മലയുടെ അടിവാരത്തിൽ തന്നെയാണ് അന്നദാനം കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മല കയറേണ്ട ആവശ്യമൊന്നുമില്ല, കുറേ പേരൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിവാരത്തിൽ തന്നെ നേരെ അടിവാരം വരെ നടന്നു വന്ന് അവിടെ നിന്ന് അന്നദാനം കഴിച്ച് തിരിച്ച് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ മല കയറാൻ വേണ്ടി പോവുകയാണ്. അന്നദാനത്തിലേക്കുള്ള ക്യൂ ആണ്. നോക്കി, മലയുടെ അടിവാരം വരെ എത്തി ക്യൂ നീണ്ടിട്ട്. അത്രയ്ക്ക് ക്യൂ ഉണ്ട്. മുകളിലേക്കും അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല കുത്തനുള്ളൊരു കയറ്റമാണ്. നോക്കാം, കയറാം. കുറേ പേരൊന്നും ചെരുപ്പിടാതെ തന്നെയാണ് കേട്ടോ മുകളിലേക്ക് കയറുന്നത്. നമ്മൾ ചെരുപ്പിട്ടുണ്ട്. ചൂടാവും തോറും കയറാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മളങ്ങനെ മല കയറാൻ തുടങ്ങി കേട്ടോ. ചെറിയൊരു ഇടുക്ക് വഴി പോലെ ഉണ്ട്, എല്ലാം പാറ തന്നെയാണ്. നോക്കി വേണം കയറാനായിട്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാലല്ലേ കഞ്ചിക്കോടിൻ്റെ വൈബ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. നോക്കിയോ, ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ടാണ് നോക്കി ചുറ്റും നോക്കി ഫുള്ള് മലനിരകളാണ്. ഇതിൻ്റെ മേലെ കയറിയാലാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ചൂട് കുറച്ച് കുറവുണ്ടെങ്കിൽ നല്ല ദൈവമായിരിക്കണ്ട. നോക്കി ഇങ്ങനെയൊക്കെ കയറണം. ഈ മല തന്നെ അറിയപ്പെടുന്നത് തന്നെ അയ്യപ്പൻ മല എന്നുള്ള പേരിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 50% മുകളിൽ കയറിയിട്ടുണ്ട്. നോക്കി, ഇവിടെ നിന്നുള്ള ക്യൂ നോക്കി. ഇതൊക്കെ അന്നദാനത്തിനേക്കുള്ള ക്യൂ ആണ്. ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ഒരു 80% കയറി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി കയറാനുണ്ട്. ആളുകൾ കയറി പോകുന്നില്ലേ, ആ അറ്റത്താണ് കേട്ടോ അമ്പലം. ഇതാ നമ്മുടെ അനിൽ നോക്ക്, അവശനായി എണിക്കാനും വയ്യ നടക്കാനും വയ്യാത്ത അവസ്ഥയിലിരിക്കുന്നു. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് IITയുടെ ബിൽഡിങ്സ് ആണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് കാണുന്നത് അവരുടെ സോളാർ പ്ലാന്റുകളും ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. എല്ലാം IITയുടെ സ്ഥലങ്ങളാണ്. ഏറ്റവും ആ അറ്റം ആ പച്ചപ്പ് കാണുന്നില്ലേ, അതുവരെ മൊത്തം IITയുടെ സ്ഥലങ്ങളാണ്. എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ നമുക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, നല്ലൊരു കോട പോലെ ഉണ്ട്. കോട പോലെ ഫുള്ള് മൂടിക്കിടക്കുകയാണ്, അതുകൊണ്ട് കാണുന്നില്ല. ഇനിയും കുറച്ച് കൂടി ഉണ്ട് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. ഗൈസ്, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, വെസ്റ്റേൺ ഘാട്ടിൻ്റെ ബ്യൂട്ടി നോക്കി. ഫുള്ള് പച്ചപ്പായിട്ട്. ഇതൊരു മഴ സമയത്ത് വന്നാൽ നമുക്ക് ഈ മലകളൊക്കെ ഫുള്ള് പച്ചപ്പായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും കാണുന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടാ. ഇപ്പോൾ നമ്മൾ മലയുടെ ഏറ്റവും അറ്റത്ത് ടോപ്പിലേക്ക് കയറിയിട്ടാ. ഇവിടെ നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റൊക്കെ ഇവിടെ വന്നപ്പോൾ ചേഞ്ച് ആയി ടോട്ടലി. നല്ല കൂളുണ്ട്. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി.
നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് താഴെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.